കലേബിൻ്റെ കോൺഫിഡൻസ്, കലേബിൻ്റെ ആത്മവിശ്വാസം എന്താണ്? അവന്മാരെത്ര മലന്മാരായാലും എൻ്റെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവാണ്. ഞാൻ 6 നിയോഗം എഴുതിയിട്ടുണ്ടെങ്കിൽ 6ന് 60 എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും. അതാണ് കലേബിൻ്റെ സമീപനം എന്ന് പറയുന്നത്. എന്താ കാര്യം? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. റീഡ് ഇറ്റ് ഔട്ട്. സംഖ്യ 14:24 എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. എന്താണ് അവനെ നയിച്ച ചൈതന്യം? ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെ ആരിലാണോ ഉള്ളത് അവനാണ് വ്യത്യസ്തൻ. കലേബിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. കാരണം ദൈവത്തിന് നയിച്ച ചൈതന്യം അത് വ്യത്യസ്തമാണ്. എന്താ കാര്യം? വിശ്വാസം വ്യത്യസ്തമാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ചില ആൾക്കാർ വിചാരിക്കും 4 എഴുതിയിട്ടുണ്ട്, 2 കിട്ടിയാൽ മതിയായിരുന്നു. ചില ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത്, വാദപ്പനിക്കാർ ചത്തിട്ട് എഴുന്നേറ്റ് വന്ന ആൾക്കാരെ പോലെ എഴുതിയേക്കും 4 എഴുതിയിട്ടുണ്ട്, 2 മാതാ തന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല. മാതാവിൽ എഴുതിയപ്പോൾ തന്നെ വിശ്വാസമില്ല. അപ്പോൾ കലേബിൻ്റെ മറ്റേ കക്ഷികളായിട്ട് വരും ഈ സംഭവം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് നിങ്ങൾക്കിത് ആവശ്യമാണ്, പക്ഷേ ഇത് കിട്ടിയാലും നീ നിത്യത കളയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇപ്പം തന്നെ ഈ രാജീവ് ശിവാനന്ദൻ്റെ സംഭവം എന്താണ്? ഈ ഉടമ്പടി കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ ഈ ജിഗ്മർ കോളേജിൽ ഒരു അമേരിക്കൻ ടീം വന്നു, മെഡിക്കൽ ടീം അമേരിക്കൻ മെഡിക്കൽ ടീം വന്നപ്പോൾ അവരെന്തിനാണ് വന്നത്? അവിടെ ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവന് എൻ്റെ ഇടയ്ക്ക് ഈ രാജീവ് സദാനന്ദൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. അവനുമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻ എന്തോ സംസാരിക്കാൻ ഇടയായപ്പോൾ അമേരിക്കൻ മെഡിക്കൽ ടീമിൻ്റെ ഹെഡ് ഇവനോട് ചോദിച്ചേ, അവിടെ അടുത്ത പ്രിൻസിപ്പളിനോട് ചോദിച്ചേ, ആ പയ്യൻസ് ഇവിടുത്തെ സ്റ്റുഡൻ്റാണോ അതോ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൻ 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3 കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രാജീവ് ശിവാനന്ദൻ്റെ മകന് ഒരു അമേരിക്കൻ കോൾ വന്നു, ഞങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് നിന്നെ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഉടനെ അധികം ചോദിച്ചില്ല, ഒരു സ്യൂം ഇൻ്റർവ്യൂ നടത്തി ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ലോങ് ലീവ് എടുക്കാൻ പോകുന്നോ അത് ഞങ്ങളുടെ കമ്പനി ചേർന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ കമ്പനി ചേർന്ന ആളെ പറഞ്ഞു. അമേരിക്കൻ കമ്പനിയിലാണെന്ന് ഓർത്തിറങ്ങാം. ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ മെഡിക്കൽ ഫീൽഡിൽ, നമുക്കറിയാം ബിടെക്കുകാർക്ക് മാത്രമേ, എൻജിനീയേഴ്സിനൊക്കെ മാത്രമേ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉള്ളൂ, മെഡിക്കൽ ഫീൽഡിലില്ല. ഒരു മെഡിക്കൽ ഫീൽഡിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ അസാധ്യമാണ്. അതിൻ്റെ മെറിറ്റിലുള്ളതല്ല. പക്ഷേ ഉടമ്പെടുക്കുമ്പോൾ എന്താണ്? ഡിഫറെൻറ്റ്, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. അങ്ങനെ ഞങ്ങളിവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാൾ ഉപരി ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കേട്ടോ, അതൊക്കെ അവരെയും കൊണ്ട് അവർ പോയി. എന്ത് സംഭവം? അവൻ ഇന്ന് അമേരിക്കയിൽ വലിയ ഇതിനേക്കാൾ അവൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ട് അവൻ അമേരിക്കൻ കമ്പനിയിൽ ഇപ്പം തന്നെ അവന് ജോലിയായി. കാര്യം എന്താ? ഒരു ടെൻഷനുമില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതായത് ആ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവിക കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, സാക്ഷ്യം എങ്ങനെയാണ് പറയേണ്ടത്, ദൈവത്തെ എങ്ങനെയാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എല്ലാം ആ സാക്ഷ്യത്തിലുണ്ട്. അവരത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥിക്കും. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? ഏതച്ഛനെ കണ്ടിട്ടാണ്? ഏത് മെത്താറെ കണ്ടിട്ടാണ്? തന്നെത്താൻ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ. എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എത്രയോ മനുഷ്യർക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വിടുന്നുണ്ട് ആ സാക്ഷ്യത്തിൻ്റെ കൂടെ. അതായത് എല്ലാവരും ദൈവത്തെ അറിയണം, എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ പരിധിയിലാകണം എന്നൊക്കെ പറഞ്ഞ് ആന്തരികമായി അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യങ്ങളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങേ സ്നേഹിക്കാൻ ഉടമ്പടിയിലൂടെ ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിത ദുരിതങ്ങൾക്ക് അതുപോലെ തന്നെ ദൈവിക ശാസ്ത്ര പ്രാർത്ഥന ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പോഴതുകൊണ്ട് മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും. പുതിയ വർഷം തന്നതിന് നന്ദി പറയണം. ഒരു വർഷം മുഴുവൻ നമ്മൾ ജീവിച്ച് വിശ്വാസത്തിൽ വളർത്തി നമ്മളിവിടം വരെ എത്തിച്ചു. ഇന്ന് തീർത്ഥാടനത്തിലിരിക്കുന്നവരെ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേയിലിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ ദർശനം ഇരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ. വരാൻ പോകുന്ന പുതിയ വർഷത്തെ കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയണതും വലിയ കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ, കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങൾക്ക് നന്ദി പറയുക. മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായി ഭൂമിയിൽ വ്യത്യസ്തരായി ഈശോയെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
അറിയിപ്പുകൾ എല്ലാവരും ഇപ്പോൾ ഉടമ്പടി എടുത്തവരെ വിവിധ രാജ്യങ്ങളിലെ, വിവിധ സംസ്ഥാനങ്ങളിലെ, വിവിധ ജില്ലകളിലും പാരിഷിലുമൊക്കെ ഉടമ്പടി കൂട്ടായ്മകൾ അഖണ്ഡ ജപമാല നടത്തി ഉടമ്പടി കൂട്ടായ്മയിൽ അവർ ഉടമ്പടി ചൈതന്യത്തോടെ ഒരുമിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ഒരുമിച്ച് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് 1000 മണിയുള്ള അഖണ്ഡ ജപമാല ഇവിടുന്ന് നൽകും നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു 10 പേര് അല്ലെങ്കിൽ 7 പേരെങ്കിലും ഉടമ്പടി എടുത്തവർ നിങ്ങളുടെ ദിക്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകാം. വിവിധ രാജ്യങ്ങളുള്ളവർ ഇമെയിൽ വഴി ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അഖണ്ഡ ജപമാല അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അമ്മയ്ക്കൊരു മുറി, തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള അറിയിപ്പാണ്. അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് മുറി ആവശ്യമുള്ളവർ, തീർത്ഥാടകരായിട്ട് വരുന്നവർ 1, 2, 3 ദിവസങ്ങൾ, 4 ദിവസങ്ങൾ വരെ ഒരു ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ മുറി തരും. അങ്ങനെ മുറി വേണ്ടവർ ഈ നമ്പറിൽ വിളിക്കാം. 94 47 69 68 15. മൂന്നാമത്തെ അറിയിപ്പ്, അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവരെ രാവിലെ തന്നെ വന്ന്, രാവിലത്തെ പ്രാർത്ഥനയിൽ തന്നെ വന്ന്, ഉടമ്പടി പ്രാർത്ഥനയിൽ തന്നെ വന്ന് കൂടണമെന്ന് ഓർപ്പിക്കുന്നു. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ചിലപ്പോൾ അച്ഛൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാകും. പക്ഷേ എന്തായാലും അറിയിക്കാതെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഉറപ്പല്ല. രാവിലെ ഒരു 100-125 പേരെ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എമർജൻസി ഉള്ളവർ, മിസ് ചെയ്യരുതെന്ന് ഉദ്ദേശിക്കുന്നവർ രാവിലെ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയോ പുതുക്കുകയോ ചെയ്യണമെന്ന് പ്രതോർപ്പിക്കുന്നു. 7 മണിക്കാണ് ആദ്യത്തെ ബാച്ച്, സെക്കൻഡ് ബാച്ച് 11 മണിക്ക്, തേർഡ് ബാച്ച് 2:30 മണിക്ക് ഉടമ്പടിയുടെ. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആരെയും കാണുന്നതല്ല, പുറത്ത് ശുശ്രൂഷ എടുക്കുന്ന ദിവസങ്ങളാണ്. ഓർഫനേജ് നടത്തുന്നു, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ആൾക്കാർ പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മളോട് തന്നെ ബന്ധമില്ല, ആരൊക്കെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പൈസ അയച്ചും കൊടുക്കുന്നുണ്ട്.